ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫിഷ് കറി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചട്ടിയിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദശക്കട്ടിയുള്ള മീനാണ്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കൊടംപുളി. കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. സവോള ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവോളയാണ്. അത് ചെറുതായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. ചെറിയുള്ളി ആണെങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കുക. ഞാനിവിടെ സവോളയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവനുസരിച്ച് അത് ചേർക്കുക. വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്, നാട്ടിലെ പോലെ ചെറിയ അല്ലിയല്ല ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, കൊടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ആ വെള്ളം അതുകൂടി ചേർത്തിട്ടാണ് നമ്മളിതിനകത്തേക്ക് ഇടുന്നത്. ഇനി ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനിവിടെ ഒരു 4 സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നീട് അവസാനം കടുക് താളിക്കുന്നതിനായിട്ടാണ് പിന്നീട് നമ്മൾ എണ്ണ ചേർക്കുന്നത്. വേറെ എണ്ണ നമ്മളധികം ഉപയോഗിക്കുന്നില്ല. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മീനുമായിട്ടും സവോളയായിട്ടൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എന്തുമാത്രം വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമേ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് അതൊക്കെ ഒന്ന് പിടിക്കുവാനും മീൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കുവാനും വളരെ നല്ലതാണ്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഉടയാതെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് പയ്യെ ഒന്ന് അനക്കി കൊടുക്കണം. അതല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് പയ്യെ ഒന്ന് ചുറ്റിച്ചാലും മതി. ഈ മീനായതുകൊണ്ട് സ്പൂൺ വെച്ച് നമ്മൾ ഇത് ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ അതേസമയം ദശക്കട്ടി കുറവുള്ള മീനുകളാണെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ തുണി ഉപയോഗിച്ച് ചുറ്റിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഏത് മീൻ കറിയാണെങ്കിലും ഒന്ന് ഇരുന്നെങ്കിൽ മാത്രമേ, ഒരു ദിവസമോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതും അതുപോലെയാണ്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കണം. താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം
നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദിവ്യാസ് കറി ഹൗസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.